27-ാം രാവിൻ്റെ നോമ്പിന് നമ്മൾ ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ റെഡിയാക്കിയത്, നോമ്പ് തുറക്കാൻ ആയിട്ട്. അപ്പോൾ ആ ചെമ്മീൻ കഴുകി വാരി വെച്ചിട്ട് അതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മളത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായി. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ സാധാരണ എല്ലാ മസാലകളും ഇടുന്ന പോലെ തന്നെയാണ് ഇട്ടത്. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ സവാളയും ഒരു 1.5 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തക്കാളി, 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഒരു 3-4 പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ടായി. അതരിഞ്ഞ് വെച്ച സമയം കൊണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചെമ്മീൻ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യണമല്ലോ, അതിന് നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് എല്ലാം അരിഞ്ഞ് വെച്ചതൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുത്തിട്ട് മസാലപ്പൊടികളും ഇട്ടിട്ടാണ്. എന്നിട്ട് മസാലപ്പൊടികളും ഇട്ടിട്ട് അത് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെയും വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ചെമ്മീനും ഇട്ടിട്ട് നമ്മളൊന്ന് നല്ലോണം ഒന്ന് മസാലയൊക്കെ ചെമ്മീനിലേക്കും പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് മല്ലിയില ഇട്ട് കൊടുത്ത് എന്നിട്ട് നമുക്കത് മൂടി വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചോറ് ഊറ്റിയെടുക്കണമല്ലോ വേവിച്ചിട്ട്, അതിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് മസാലകൾ ഇട്ട് കൊടുത്ത് ഏലക്ക, പട്ട, കറിയാമ്പൂ അതൊക്കെ ഇട്ട് കൊടുത്ത് റൈസ് വെന്ത് വന്നപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുത്ത് പിന്നെ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പാത്രത്തിലേക്ക് ചോറ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് സവാള ഫ്രൈ ചെയ്തതും കശുവണ്ടിയൊക്കെ ഇട്ട് കൊടുത്ത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ ദമ്മിൽ വെച്ച് കൊടുത്ത് എന്നിട്ട് അതിൻ്റെ മുകളിലൊരു വെയിറ്റും വെച്ച് കൊടുത്ത് ഒരു 10-15 മിനിറ്റ് നമ്മൾ ആ ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബിരിയാണി റെഡിയായി. അതിന് നമ്മൾ ഒരു സലാഡും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അളിയൻ കൊണ്ടുവന്ന ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ അളിയനും ഉണ്ടായിരുന്നു ഇന്ന് നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ അളിയനും ഇത്താത്തായും കൂടി ചെമ്മീൻ ബിരിയാണിയൊക്കെ തിന്നെയാണ്. ഞാൻ റെഡിയാക്കിയ ചെമ്മീൻ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.